സുഹൃത്തുക്കളെ, എന്താണെന്നറിയില്ല, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ന്യൂസ് ഫീഡ് മുഴുവൻ ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മുമ്പിലേക്ക് കിട്ടുന്നത് മുഴുവൻ ഇങ്ങനത്തെ ഓരോ വാർത്തകളാണ്. അന്തം വിട്ടുപോയി. നോക്കി, ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത കാണിച്ചു തരാം കേട്ടോ. ഒരുവനാണ് ഈ പറയുന്നത്, पैर मत छुआ करो, आप ब्राह्मण कुल के आदमी हो, ठीक है? और हम ब्राह्मण बच्चों का भी पैर छूते हैं, हमारे यहाँ संस्कार है. എന്ത് ചെയ്യും? ഒരു കുട്ടി വന്നിട്ട് ഈ പാട്ടുകാരൻ്റെ കാലുമൊന്ന് തൊട്ടു. കേശരി യാദവ് എന്ന് പറയുന്ന ആളുടെ കാലിലെ തൊട്ടെ. അപ്പൊ പറയാണ്, നീ ബ്രാഹ്മണനാണ്, നീ ഒന്ന് ഞങ്ങളെ കാലിൽ വീഴരുത്, നിങ്ങളെ കാലിൽ ഞാനാ വീഴേണ്ടത്, ഞങ്ങളൊക്കെയാണ് വീഴേണ്ടതെന്ന്. ബ്രാഹ്മണന്മാർക്ക് എന്ത് തേങ്ങ കൂടുതൽ. ഇമാതിരി നാറുകളൊക്കെ പാട്ടുകാരായിട്ടുണ്ടല്ലോ എന്നുള്ള ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾ കാണുന്നത് ഒരു ഗംഭീര വീഡിയോ ആണേ. ഇതാ, അത് ഇങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിഭീകരമാണെന്നൊക്കെ പറയേണ്ടി വരും. ഏതൊരു പാവം മനുഷ്യൻ മത്സ്യം വിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മത്സ്യം, ചിക്കൻ ഇനി ഒന്നും വിൽക്കരുതെന്ന് പറഞ്ഞിട്ട് കുറച്ച് പശു സംരക്ഷകർ വന്നിട്ട് അടിച്ചു ഓടിപ്പിക്കുകയാണ്. ഇവിടെ മത്സ്യം വിൽക്കാൻ പാടില്ല, ചിക്കൻ വിൽക്കാൻ പാടില്ല, ഇറച്ചി ഒന്നും വിൽക്കരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പന്നിയിറച്ചി വിറ്റോളൂ എന്നാണ് പറയുന്നത്. എവിടേക്കാണ് അതിൻ്റെ എന്താ പറയുക മൊന പോകുന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല, അടുത്തത് കാണേണ്ടതാണ്. इस प्रकार का प्रेम इन लोगों के अंदर जागृत क्यों नहीं हो पाता? सड़कों पर बच्चे भी കണ്ടോ, അവിടെ നടക്കുന്നത് ഒരു പ്രതിമയെ, കൃഷ്ണനുമായിട്ട് സാമ്യമുള്ള ഒരു പ്രതിമയെ തുടപ്പിച്ചു കൊടുക്കുന്നു, കുളിപ്പിച്ചു കൊടുക്കുന്നു. പ്രതിമയാണത്, ഒരു പ്ലാസ്റ്റിക് പ്രതിമയാണ്. കുളിപ്പിച്ചു കൊടുക്കുന്നു, തല തുറത്തി കൊടുക്കുന്നു, എന്നിട്ട് ഒരു പ്രത്യേക കിടക്ക പോലത്തെ സംഗതി വിരിച്ചിട്ട് കിടത്തി ഉറക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരൊക്കെ ഏത് ലോകത്താണ്? ഇതൊക്കെ അസൽ ഭ്രാന്തല്ലേ? ഇതിനൊക്കെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട സമയം അധികരിച്ചില്ലേ? പക്ഷെ ഇതിനെ ഭ്രാന്തല്ല എന്നും ഇതെന്തോ ഭക്തിയാണെന്നും ഇനിയിപ്പോൾ വേറെ രീതിയിലൊക്കെ അബ്നോർമലായിട്ട് പെരുമാറുന്ന ആളുകളൊക്കെ ഭ്രാന്താന്നൊക്കെ പറയുന്നത് നാടാണ് നമ്മളുടെ. ആക്ച്വലി ഇതാണ് ഇൻസാനിറ്റി, ഇതാണ് ഭ്രാന്ത് മുഴുവട്ട്. പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തുള്ള അനാഥാലയങ്ങളിൽ എത്രയോ കുഞ്ഞുങ്ങൾ വന്ന് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, അവരെ താഴ്വിളിക്കുക, അവരെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനും ഇങ്ങനെ കുളിപ്പിക്കുവാനും പൊട്ടുതുടിപ്പിക്കാനുള്ളൊരു മനസ്സ് ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. ഇവരപ്പോൾ ജാതി അന്വേഷിക്കും, മതം അന്വേഷിക്കും. ഇവർ പ്രതീക്ഷിച്ച ജാതിക്കോ മതത്തിനപ്പുറമാണെങ്കിൽ പടച്ചു കളയുന്നതാണ്. വേറൊരു ഗംഭീര വാർത്ത വന്നപ്പോൾ ഇങ്ങനെയാണ്. കാണുന്നതിന് ബോളിവുഡ് നടി തപ്സി പന്നു നൽകിയ വിശദീകരണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. TV9 ഡൽഹി NCR എന്ന ചാനലിലെ ഒരു ഷോയ്ക്കിടെയായിരുന്നു തപ്സിയുടെ വൈറൽ മറുപടി. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണെന്നായിരുന്നു അവതാരകന്റെ ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിങ്ങനെ 2 ഓപ്ഷനുകളും നൽകിയതിൽ മോദിയെയാണ് പന്നു ചൂണ്ടിക്കാട്ടിയത്. പിന്നാലെ എനിക്ക് ഈ രാജ്യത്ത് ഇനിയും ജീവിക്കണമെന്നായിരുന്നു തപ്സിയുടെ വിശദീകരണം. ഇത് വലിയ പ്രശ്നമുണ്ടായിരിക്കണം. തപ്സി ഈ ഒരു അടുത്ത കാലത്ത് മാത്രമല്ല, ഇതിനു മുമ്പും തപ്സി ഇതേപോലെ തന്നെ തൻ്റെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഹിന്ദി സിനിമാ മേഖല എന്ന് പറയുന്നത് ഈ തലമുറ ഇങ്ങനെ കൈമാറി വരുന്ന ഒന്നാണ്. നെപ്പോ കിഡ്സിനാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത്. മറ്റുള്ളവരൊക്കെ എത്ര ശ്രമിച്ചാലും ഉയർന്നു വരാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നൊക്കെ വളരെ വൃത്തിയായിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ്. മുമ്പും തന്നെ സംഘപരിവാർ ശക്തികൾക്കെതിരെയൊക്കെ ഇവര് തൻ്റെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്തായാലും ഇവിടെ തനിക്ക് ജീവിക്കണമെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ മോദിയുടെ പേര് പറയുന്നു എന്നാണ് തപ്സി പിന്നെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാത്ത ആളുകൾക്ക് ഇവിടെ ജീവിതം ഒരല്പം ദുസ്സഹമാണ് എന്ന ഒരർത്ഥം കൂടി ഇവർ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് ഒരു ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ്. സയൻസ് മരിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. സയൻസ് മരിച്ച് നാറാണക്കല്ല് പിടിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. കാരണം ഇവിടെ സംഭവിക്കുന്നത്, തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ഞൊടിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് പ്രേതം പുറത്തേക്ക് ചീറി പുറത്തു വരുന്നു എന്നാണ് ഇതിലിപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കും?
ഇമാതിരി മൊയന്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വേറൊരു ഭക്തിയുടെ ഭ്രാന്താണ് ഇത്. പാലാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ പറയും അത് അവരെ വിശ്വാസമില്ല എന്നൊക്കെ പറയും. പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന നാട്ടിലാണ് നമ്മൾ ഇങ്ങനെ അനാവശ്യമായിട്ടും പലതും ചെയ്തു കളയുന്നത് എന്നുള്ളതാണ് ഇതിന് പുറകിലുള്ളൊരു യാഥാർത്ഥ്യം. അതിനെ പറ്റിയിട്ടൊന്നും ആരൊന്നും മുണ്ടില്ല. ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട്, ഒന്ന് കണ്ടോക്കി. ഏതോ ഒരു ഉടായ്പ സന്യാസിനിയാണ്. ആ ഉടായ്പ സന്യാസിനി ഗംഭീരമായിട്ട് ചിക്കനോ ബീഫോ എന്തോ തട്ടിവിടാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരുവൻ എന്താ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉള്ളിക്കറി എന്ന് പറയുന്നത് സുരേന്ദ്രനെ പോലെ തൊട്ടടുത്തിരിക്കുന്ന ഒരുവൻ വളരെ വൃത്തിയായിട്ട് അതിനെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം നടന്നിട്ട് ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ പറയില്ലേ, ആ പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ന്യൂസ് ഫീഡ് മുഴുവൻ ഇങ്ങനെ തപ്പിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവൻ അതിഭീകരമായിരിക്കും. അടുത്തത് വേറൊരു സംഭവം. മനുഷ്യർ കുടിക്കേണ്ട നെയ്യ് 165 ലിറ്റർ നെയ്യാണ് ഗംഗാ നദിയിലേക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരാളുകൾ ഇങ്ങനെ ഒഴുക്കുന്നത്. 165 ലിറ്റർ നെയ്യ് ഗംഗാ നദിയിലേക്ക്. മനുഷ്യർ കുടിക്കേണ്ട വെള്ളം ഇങ്ങനെ നശിപ്പിച്ച് പണ്ടാറടക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് വന്നിട്ടുള്ള എല്ലാ സംഖ്യകളും കൂടിയിട്ട് ഗംഭീര തെറിവറച്ചിലായിരിക്കും. ഒരു രക്ഷയുണ്ടാവില്ല. നമ്മളുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ അതൊന്നും ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തോറ്റുപോയി. ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഗംഭീര ബിസിനസ് ഏതെന്ന് അറിയാമോ? വലിയ പണച്ചെലവൊന്നുമില്ല നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ബിസിനസ് അത് ആത്മീയ ബിസിനസ്സാണ്. കൊച്ചു കുട്ടികളടക്കം ഈ ഒരു ആത്മീയ ബിസിനസ്സിന് വേണ്ടി ഇറക്കുന്നു എന്നതാണ്. ഒന്ന് കണ്ടോക്കി. ഇതാ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ കുട്ടി വലിയ രീതിയിൽ നമ്മുടെ ഏതോ ഒരു വേദഗ്രന്ഥമോ രാമായണമോ മഹാഭാരതമോ ഗംഭീരമായിട്ട് വിശദീകരിക്കുകയാണ്. ഇതേ പ്രായത്തിലുള്ള ചൈനയിലൊരു കുട്ടി തൻ്റെ കയ്യിലേക്ക് കിട്ടിയ കുട നേരാക്കുവാനോ ടെക്നിക്കലി ഒരു വിദ്യാഭ്യാസം നേടാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തലമുറകളാണ്. അതായത് ഒരേ തലമുറകളാണ്, 2 രാജ്യമാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവരെന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ രാമായണം വ്യാഖ്യാനിക്കാൻ, അതിൻ്റെ കഥകൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇതെന്തൊരു വലിയ അത്ഭുതമായിട്ടൊക്കെ നമ്മൾ കരുതുന്നത്. ഇതാണ് നമ്മുടെ നാടിന്റെ പ്രശ്നവും. എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ആളുകളൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. हर कोई कथावाचक बनना चाह रहा है. छोटे छोटे बच्चों की इच्छा हो गई कि वो कथावाचक बने. ഇപ്പോ ഇത് കഴിയുന്നില്ല. ഇതല്ലാതെ ഞാൻ കാണിച്ചു തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എടുത്ത വീഡിയോയുടെ അടക്കം സംഗതികളൊക്കെ കാണിച്ചു തരും. ഇപ്പൊ അത് ഏതൊരു ആധാർ എവിടെ ജയ്ശ്രാം വിളിക്കുന്നു പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ തല്ലിച്ചേർത്ത് ഹിന്ദുത്വവാദികൾ. ഹിന്ദുത്വവാദികളാണ് ഈ തല്ലിച്ചയക്കുന്നത്. ആധാർ എവിടെ ജയ് ശ്രീരാം വിളിക്ക്. സത്യം പറഞ്ഞ ശ്രീരാമ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഓടിപ്പാഞ്ഞ് തടിയെടുത്തിട്ടുണ്ടാവും. കാരണം ശ്രീരാമൻ എങ്ങനെ വേഷം മാറിയിട്ടങ്ങ് നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോടും ചോദിക്കും ജയ് ശ്രീരാം വിളിക്കുക, എൻ്റെ ആധാർ കാർഡ് എവിടെ നിന്നൊക്കെ. എന്ത് ചെയ്യാൻ കഴിയും? ദൈവങ്ങൾക്കൊക്കെ ആധാർ കാർഡൊക്കെ എടുത്തിട്ട് ഗവന്മാരെ മുമ്പിലേക്ക് കൊണ്ട് നടക്കേണ്ട ഗതികൾക്ക് ഉണ്ടാവില്ലേ. ഇത് നോക്കൂ, അടുത്തൊരവസ്ഥ. ഇതെന്താണെന്ന് മനസ്സിലായ? ഒരു മെറ്റൽ ഡിറ്റക്ടറാണ്. ആ മെറ്റൽ ഡിറ്റക്ടറിന്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ ഏതോ ഒരുവൻ ഇങ്ങനെ തൊട്ടിങ്ങനെ നെറ്റിയിൽ വെച്ചു. ബാക്കി വരുന്ന ആൾക്കാർ മുഴുവൻ എന്തോരു ദൈവമാണ് കവാടാന്ന് വിചാരിച്ചിട്ട് തൊട്ട് നെറ്റിയിൽ വെക്കുകയാണ്. അത് തൊട്ട് നെറ്റിയിൽ വെക്കണമെങ്കിൽ എത്രത്തോളം ബോധമില്ലാത്ത ജനതയായിരിക്കും ബീഹാറിലും ഗുജറാത്തിലൊക്കെ ഉണ്ടായിരിക്കുക. ഇങ്ങനത്തെ ഒരു ജനതയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയില്ല നമ്മുടെ നാട്ടിൽ. ഈ ജനതയോട് എന്ത് ജനാധിപത്യം പറയാനാണ്, എന്ത് സാഹോദര്യം പറയാനാണ്, എന്ത് മതസാഹോദര്യം പറയാനാണ്? തേട മൂടാണ്. ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല. ബൈ.